അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. ഈശോയുടെ പീഡാനുഭവ ചരിത്രം, സുദീർഘമായ പീഡാനുഭവ ചരിത്രത്തിലൂടെ ഈശോയുടെ കൂടെ നമ്മൾ ഈശോ സഞ്ചരിച്ച വഴിയിലൂടെ ഈ സമയമത്രയും നമ്മൾ സഞ്ചരിക്കുകയാണ്. ലോകം മുഴുവൻ ഒരുപോലെ യേശുവിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ദുഃഖവെള്ളി എന്ന സംഭവ ചരിത്രത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം അതും മറ്റൊന്നുമല്ല, അത് സ്നേഹം തന്നെയാണ്. ദൈവ സ്നേഹമാണ് ഈ ദുഃഖവെള്ളിയിൽ നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കേണ്ടത്. അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, പരിധികളില്ലാത്ത, പരാതികളില്ലാത്ത ദൈവ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള ആഹ്വാനമാണ് ഈ ദുഃഖവെള്ളി നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തില് 3-ാം വാക്യത്തിൽ പ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തും, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം മനുഷ്യനെ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു.